നമ്മൾ വൈബ് എന്ന് പറയും. നമ്മളെ കുട്ടികളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കാണ് വൈബ്. ശരിക്കും ഈ വൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്ക് എവിടുന്ന് വരുന്നതാണ്? നമ്മള് അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കേരളത്തിലെ നമ്മളുടെ മക്കൾ ഇത് പറയാൻ തുടങ്ങുന്നതിന്റെ 10-20-30 കൊല്ലം മുമ്പ് പടിഞ്ഞാറൻ നാടുകളിൽ, പ്രത്യേകിച്ചും അമേരിക്കയിലെല്ലാം അവിടുത്തെ ടീനേജേഴ്സ് പറയാൻ തുടങ്ങിയതാണ് ഈ വൈബ് എന്ന് പറഞ്ഞ വാക്ക്. അതിനെപ്പറ്റി പഠിച്ച സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ DJ പാർട്ടികൾ അവിടെ വ്യാപകമായി, 90കളുടെ കാര്യമാണ്. ഈ ഡാൻസ് പാർട്ടികൾ, ഈ മ്യൂസിക് പാർട്ടികൾ, അവര് റേവ് എന്നാണ് അതിന് പറയാം. പ്രത്യേകമായ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും, വളരെ ദ്രുതഗതിയിലുള്ള ശരീരചലനങ്ങൾ ആവശ്യപ്പെടുന്ന ഡാൻസിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള മ്യൂസിക് ഉണ്ടാവും. അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അവര് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവർ MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. ഈ MDMA എന്ന് പറയുന്ന സാധനം, അതിന്റെ ഒരു മറുവാക്ക് തന്നെ ശരിക്കും എക്സ്റ്റസി എന്നാണ്. ഇംഗ്ലീഷിൽ എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഒരു ഉന്മാദം, ഒരു അനിയന്ത്രിതമായ സന്തോഷം, പ്ലഷറിന്റെ ഒരു കൺട്രോളും ഇല്ലാത്തൊരു റിലീസ്, അതിനാണ് ശരിക്കും എക്സ്റ്റസി എന്ന് പറയാം. ഇതേപോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ പൊട്ടിയൊഴുകലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അന്ന് അവിടുത്തെ കൗമാരക്കാര് അവര് ഇതേപോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുകയും ഈ DJ പാർട്ടികളിൽ എത്തുകയും അവിടുത്തെ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുകയും ചെയ്തിട്ട് അവരെ പുറത്തിറങ്ങി വരുന്ന സമയത്ത് അവരെ ഇന്റർവ്യൂ ചെയ്ത സോഷ്യോളജിസ്റ്റുകൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടികൾ പറഞ്ഞ മറുപടിയാണ്, ഇത് ഒരു വൈബാണ്, അത് ഞങ്ങൾക്ക് വാക്കുകളിലേക്ക് പകർത്താൻ കഴിയൂല. ആ വൈബ് തേടിയുള്ള കൗമാരത്തിന്റെ യാത്രകൾക്കാണ് ശരിക്കും നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അന്ന് ഈ ഡാൻസ് പാർട്ടികളിൽ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഡാൻസ് ചെയ്ത കുട്ടികൾ പറഞ്ഞ അതേ മറുപടികൾ തന്നെയാണ് ഇപ്പൊ നമ്മളുടെ കുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ആകാശത്ത് കൂടെ പറന്നു പോകുന്നത് പോലെ തോന്നുന്നു, ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു പോയതുപോലെ തോന്നുന്നു, ഞങ്ങൾ മറ്റൊരു ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു, ഞങ്ങൾക്ക് ഒരു തരം ഉന്മാദം അനുഭവിക്കാൻ കഴിയുന്നു, ഞങ്ങൾ ചുറ്റുപാടുകളെ മറന്നു പോകുന്നു. അതിന്റെ വളരെ ഭീകരമായ അവസ്ഥ അത് ഈ ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് സെന്ററുകളിൽ എത്തുന്ന കുട്ടികളെ നമ്മൾ പരിശോധിച്ചാൽ മതി. അവർക്ക് ഉമ്മാനും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞൂടാ. അവരുടെ സെക്സ് ഡ്രൈവ് ഉണരുന്ന സമയത്ത് സ്വന്തം ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു മായിക ലോകത്താണ് അവർ എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത എന്തും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ പോയി പോകുന്നു. ആ പോയി പോകുന്നത് അതൊരു പ്ലഷറായി, ഒരു സന്തോഷമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവല്ല. ഇവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മളുടെ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള, സെറോട്ടോണിൻ പോലുള്ള നമ്മളുടെ സന്തോഷത്തെ ഉദ്ദീപിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റുകളെ അവയുടെ റിലീസിന് ഈ കെമിക്കൽ, ഈ രാസവസ്തുക്കൾ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവർ സന്തോഷം തേടിയുള്ള യാത്രയിലാണ്. ആ സന്തോഷം അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മസ്തിഷ്കത്തെ പ്രത്യേകമായ രീതിയിൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ആ സന്തോഷത്തിന് എത്ര ആയുസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം, അതെത്ര നൈമിഷികമാണെന്ന് നമുക്കറിയാം. ആ സമയത്ത് അവർക്കൊരു ഉന്മാദം ഉണ്ടാവും, പക്ഷെ ആ ഉന്മാദത്തിൽ അവരെന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. ഈ ഭീകരമായ കൊലപാതകങ്ങളും മറ്റും എല്ലാം ചെയ്യാൻ അവർക്ക് ആ സമയത്ത് അവർക്ക് പറ്റിയേക്കും. ആ സമയത്ത് ചിലപ്പോൾ അതിൽ നിന്ന് പോലും അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സന്തോഷത്തിന്റെ കെട്ടടങ്ങുന്നതോടുകൂടി അവരുടെ ജീവിതം വലിയ ദുഃഖങ്ങളിലേക്ക്, വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം.